ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിദിൻ. അങ്ങനെ നമ്മുടെ കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2026-27 വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യം ആ ഒരു കലണ്ടറിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, അടുത്തൊരു കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അതിൽ തന്നെ നമുക്കറിയാം, കേട്ടറ്റ് എന്ന് പറയുന്നത് ഒരു നിർബന്ധിത യോഗ്യതയാണ് അല്ലേ. ടീച്ചറായിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവേണ്ടതുണ്ട്. അപ്പോൾ കുറേ നാളുകളായിട്ട് കേട്ടറ്റിൻ്റെ കാര്യത്തിൽ ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല. പരീക്ഷാഭവൻ്റെ ഭാഗത്തു നിന്ന് ഒരു നോട്ടിഫിക്കേഷനും വന്നില്ല. നമ്മൾ ഇന്ന് വരും, നാളെ വരും, എക്സാം പെട്ടെന്നുണ്ടായിരിക്കും, അടുത്ത LPUP നോട്ടിഫിക്കേഷന് മുന്നേ റിസൾട്ട് വരാൻ പോകുന്നൊരു കേട്ടറ്റാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പരീക്ഷാഭവൻ്റെ ഭാഗത്ത് നിന്ന് എന്ന് അടുത്തൊരു കേട്ടറ്റിന് നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് യാതൊരു വിവരവും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ കലണ്ടറിൽ എന്നാണ് ഇനി അടുത്തൊരു കേട്ടറ്റ് എക്സാം നടക്കാൻ സാധ്യതയുള്ളത്, അതിന് നോട്ടിഫിക്കേഷൻ എന്ന് വരും, എക്സാം എന്നായിരിക്കും നടക്കുക, അതേപോലെ തന്നെ റിസൾട്ട് എന്നാണ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ നമ്മുടെ വിദ്യാഭ്യാസ കലണ്ടറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നായിരിക്കും നമുക്ക് കേട്ടറ്റ് എക്സാം നടക്കാൻ പോകുക എന്നുള്ളതിന് ഒഫീഷ്യലായിട്ട് എന്ത് കിട്ടിയിരിക്കുകയാണ്? ഒരറിയിപ്പ് കിട്ടിയിരിക്കുകയാണ്. അപ്പം നിലവിൽ ഇപ്പോൾ പറയുന്നത് നമുക്ക് കേട്ടറ്റിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന മാസം എന്ന് പറയുന്നത് 2026-27 വർഷത്തെ ഒരു അക്കാദമിക് ഇയർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, വിദ്യാഭ്യാസ കലണ്ടർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2026 ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് ഓഗസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓഗസ്റ്റിന് അധികം ദിവസങ്ങളില്ല. ഓഗസ്റ്റ് മാസത്തിൽ നമുക്കൊരു വിജ്ഞാപനം, കേട്ടറ്റിൻ്റെ ഒരു വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൻ്റെ പരീക്ഷ നടക്കുന്നത് സെപ്റ്റംബറിലാണ്. നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്ന് ഒരു മാസം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, എക്സാം നടക്കുന്നത്. എക്സാം നടന്ന് ഒരു 2 മാസത്തിനുള്ളിൽ റിസൾട്ട് വരും. അപ്പോൾ റിസൾട്ട് വരുന്നത് നവംബറിലാണ്. 2026 നവംബറിൽ റിസൾട്ട് വരുന്ന ഒരു സൈക്കിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ വർഷം തന്നെ നമുക്കൊരു നോട്ടിഫിക്കേഷനും കൂടെ വരുന്നുണ്ട്. അത് ഡിസംബറിൽ, അതായത് ഈ വർഷത്തിൻ്റെ അവസാനം ഡിസംബർ 2026 രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വരുന്നു. അതിൻ്റെ എക്സാം നടക്കുന്നത് ജനുവരിയിലാണ്, റിസൾട്ട് വരുന്നത് മാർച്ചിലാണ്. 60 ദിവസത്തിനുള്ളിലാണ് നമുക്ക് കേട്ടറ്റിൻ്റെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യണം. സാധാരണഗതിയിൽ കേട്ടറ്റ് എക്സാം കഴിഞ്ഞ് കുട്ടികൾ എക്സ്പെക്ട് ചെയ്യുന്ന സെറ്റ് പോലെയാണ്. കാരണം സെറ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് 1 മന്തിൻ്റെ ഉള്ളിലൊക്കെ സെറ്റിൻ്റെ റിസൾട്ട് വരും. പക്ഷേ കേട്ടറ്റിൻ്റെ വിജ്ഞാപനത്തിൽ അവർ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, 60 ദിവസത്തിനുള്ളിലാണ് എന്ത് ചെയ്യുന്നത്, 60 ദിവസം എന്തായാലും അവരെടുക്കും റിസൾട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ഇതിനനുസരിച്ചാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, കേട്ടറ്റ് എന്ന് പറയുന്നത് വർഷത്തിൽ 2 തവണ നടക്കണം അല്ലെങ്കിൽ നടത്തണം എന്നുള്ള ഒരു കാര്യമൊക്കെ പരീക്ഷാഭവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സൈക്കിൾ ഇപ്പോൾ നമ്മുടെ സെറ്റ് നടക്കുന്ന പോലെ അല്ലെങ്കിൽ നെറ്റ് എക്സാംസ് നടക്കുന്ന പോലെ കൃത്യമായിട്ടൊരു സൈക്കിളൊന്നും അല്ല നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ കലണ്ടർ വന്നപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഒരു നോട്ടിഫിക്കേഷൻ, അത് ഈ വർഷത്തിലെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. ഓഗസ്റ്റിൽ വരുന്നു, അതിൻ്റെ എക്സാം സെപ്റ്റംബറിൽ നടക്കുന്നു, നവംബറിൽ അതിൻ്റെ റിസൾട്ട് വരുന്നു. അത് കഴിഞ്ഞ് ഡിസംബറിൽ അടുത്ത നോട്ടിഫിക്കേഷൻ, അതിൻ്റെ എക്സാം ജനുവരിയിൽ നടക്കുന്നു, മാർച്ചിൽ അതിൻ്റെ റിസൾട്ട് വരുന്നു. അത് കഴിഞ്ഞ് അടുത്ത അക്കാദമിക് ഇയർ വരെയുണ്ട് അല്ലേ. അപ്പോൾ 2027 ഫെബ്രുവരിയിൽ എന്ത് വരുന്നു, അടുത്ത കേട്ടറ്റിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുന്നു. അതിൻ്റെ എക്സാം 2027 ഏപ്രിൽ എക്സാം നടക്കുന്നു, ജൂണിൽ അതിൻ്റെ റിസൾട്ട് വരുന്നു. അപ്പോൾ ഇപ്പോൾ പോകുന്നൊരു പാറ്റേൺ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ പിന്നെ എന്ത് ചെയ്യണം, ജൂണിൽ റിസൾട്ട് വന്ന് ഓഗസ്റ്റോട് കൂടിയിട്ട് നമുക്ക് അടുത്തൊരു നോട്ടിഫിക്കേഷൻ 2027 ഓഗസ്റ്റിൽ വരേണ്ടതാണ് ഈ ഒരു പാറ്റേൺ അനുസരിച്ച് പോകുമ്പോൾ. അപ്പോൾ ഈ ഒരു പാറ്റേൺ അനുസരിച്ച് പരീക്ഷാഭവൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വർഷത്തിൽ 2 എക്സാം നടക്കുന്നു. സെറ്റ് പോലെ നെറ്റ് പോലെ എന്തായിട്ടുണ്ട്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പോകുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നടത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ നാളായിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ആൻസറാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ കുട്ടികളാണെങ്കിലും പുറമെ വേറെ കോഴ്സ് എടുത്ത് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്നായിരിക്കും അടുത്തൊരു കേട്ടറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഉത്തരമായിരുന്നു വിചാരിക്കുന്നു. ഓഗസ്റ്റിൽ നോട്ടിഫിക്കേഷൻ വരുന്നു, സെപ്റ്റംബറിൽ എക്സാം നടക്കുന്നു, നവംബറിൽ റിസൾട്ട് വരുന്നു. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, അടുത്ത LPUPയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ
ഈ ഓഗസ്റ്റിൽ വിജ്ഞാപനം വരുന്ന കേഡറ്റിൻ്റെ റിസൾട്ട് വരും, അത് ഉറപ്പാണ്. ആ റിസൾട്ട് വന്നിട്ടായിരിക്കും LP UP നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് കേഡറ്റ് പാസ്സായിട്ട് LP UP ഒന്നും നിയമനം നടക്കുന്നില്ല, ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള ആൾ പോലും ഇപ്പോഴും സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അധികം അങ്ങോട്ട് ബോധേഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അറിയാലോ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രീതിയിലും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, ഏറ്റവും ഹയസ്റ്റ് റാങ്ക് തന്നെ നോക്കുക. ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നതിന് മുന്നേ തന്നെ ഏകദേശം ഉയർന്ന റാങ്കുകളിലുള്ള ആളുകൾക്കൊക്കെ തന്നെയും അവിടെ നിയമനം ലഭിച്ചിരിക്കും. അതോർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, കേട്ടിട്ട് നേടിയെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ സൈലം ടീച്ചിങ് എക്സാംസിലെ കേട്ടിട്ടിന് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ ഓൺഗോയിങ് ആണ്, ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ലൈവ് ബാച്ചുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് ടീച്ചറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, നല്ല രസകരമായിട്ട് നമുക്ക് കേട്ടിട്ടിൻ്റെ പ്രിപ്പറേഷൻസ് നടത്താം. സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കോർ ഏരിയാസ് കൂടുതൽ സ്ട്രെസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ്. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മെൻറ്റർ ഉണ്ടായിരിക്കും. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് എല്ലാ സബ്ജക്ട്സും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. നിങ്ങളുടെ ഒരു 90% നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ കൊടുക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു 100% തന്നിട്ട് നമുക്ക് എന്താ പറയുക, സ്ട്രെസ് ഫ്രീ ആയിട്ട് ഈ കേട്ടിട്ട് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നില്ല, ഇപ്പം അടുത്തുണ്ടാവില്ല, അതുകൊണ്ട് ഇപ്പോൾ പഠിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർ അതൊക്കെ അങ്ങോട്ട് മടക്കി മാറ്റി വയ്ക്കുക. ഉടനെ തന്നെ കേട്ടറ്റിന് നോട്ടിഫിക്കേഷൻ വരും. സെപ്റ്റംബറിൽ പരീക്ഷയാണ്, ഏകദേശം 2 മാസം സമയം. ആ സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ അത്യാവശ്യം വലിയൊരു സിലബസ് നമുക്കുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഉടനെ തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക, നമ്മുടെ കൂടെ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇനി ടോപ്പിക്സ് ഒക്കെ കുറേ ആയില്ലേ എന്നുള്ളൊന്നും രീതിയിൽ വിചാരിക്കേണ്ട. നമ്മൾ കംപ്ലീറ്റ് റിവിഷൻ ഒരു 3 തവണയെങ്കിലും ചെയ്യും എക്സാമിന് മുന്നേ ആയിട്ട്. അപ്പോൾ ആ ഒരു റിവിഷൻ സെഷൻസിൽ കൂടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണോ നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കും. നമുക്ക് ഒന്നിച്ച് പഠിച്ച് എന്ത് ചെയ്യാം, ഈ വരാൻ പോകുന്ന കേട്ടിട്ട് നേടിയെടുക്കാം. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിനെ കുറിച്ച് അറിയാൻ പറ്റും. കേട്ടിട്ട് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 മാത്സ് ഇംഗ്ലീഷ് ലൈവ് ബാച്ചുകളും, കേട്ടിട്ട് 3 നാച്ചുറൽ സയൻസ്, അതേപോലെ തന്നെ ഫിസിക്കൽ സയൻസിൻ്റെ ഒക്കെ റെക്കോർഡഡ് ബാച്ച്, സോഷ്യൽ സയൻസിനും റെക്കോർഡഡ് ബാച്ചുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ടുള്ള വഴികളുണ്ട്. പഠിക്കാൻ മനസ്സ് വെക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം. അങ്ങനെ ഒരു മനസ്സ് നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാസ്സാവും. അപ്പോൾ നമ്മുടെ കേട്ടറ്റുമായിട്ട് അല്ലെങ്കിൽ ടീച്ചിങ് എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പുതിയ അപ്ഡേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾ പഠിക്കുക, നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ റെഡിയാണ്. എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുമായിട്ട് നമ്മൾ ഉണ്ടായിരിക്കും. അടുത്ത വീഡിയോയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.